Hi everyone, welcome back to Chinu's Taste Buds. ഇന്ന് ഞാൻ ബീഫ് വരട്ടിയതിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ബീഫ് വെറുതെ വരട്ടിയതല്ല, ചക്കക്കുരുവും ബീഫും കൂടിയിട്ട് വരട്ടിയതാണ്. ഇപ്പോൾ മിക്കവരും ചക്കക്കുരുവിൻ്റെ പലതരം റെസിപ്പീസാണ് ഉണ്ടാക്കുന്നത്. നമുക്ക് ചക്കക്കുരുവും ബീഫും കൂടി ഒന്ന് വരട്ടി നോക്കാം എങ്ങനെ ഉണ്ടാവുമെന്ന്. അപ്പോൾ റെസിപ്പി കാണുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതിൻ്റെ കൂടെ തന്നെ ബെൽ ഐക്കണിൽ ഓൾ എന്നുകൂടി ക്ലിക്ക് ചെയ്യണം. അപ്പോഴേ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് ഉടനെ തന്നെ മെസ്സേജ് വരുള്ളൂ. ഇനി നമുക്ക് ബീഫ് വരട്ടിയത് ഉണ്ടാക്കാൻ വേണ്ടി പ്രധാനമായിട്ടും വേണ്ടത് ബീഫാണ്. ഞാനിവിടെ 1 കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത്. 1 കിലോ ബീഫ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ളതാണ്. അതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് ഒരു സവാള, ഒരുവിധം നല്ല വലിയ സവാളയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഒരു സവാള നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1 ടേബിൾ സ്പൂണോളം ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാനിവിടെ 1 ടീസ്പൂണോളം ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി നമ്മുടെ പ്രധാന ഐറ്റമായ ചക്കക്കുരു, ഞാനിവിടെ ഏകദേശം ഒരു 1/2 കിലോ ചക്കക്കുരു തൊലി കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയിട്ടുള്ളതാണ്. ചക്കക്കുരുയുടെ ഈ ബ്രൗൺ കളറ് കളയേണ്ട ആവശ്യമില്ല. ഇതെല്ലാം കൂടെ നന്നായിട്ട് കൈ കൊണ്ടൊന്ന് കുഴച്ചെടുക്കണം. ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയും കൂടിയാണ്. അപ്പോഴത്തേക്കും നന്നായിട്ട് കുഴച്ചെടുക്കുക. ഇതിൽ വേറെ മസാലപ്പൊടികളൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. നമ്മളിവിടെ ഉപ്പ് മാത്രമേ ചേർത്തിട്ടുള്ളൂ. എന്നിട്ട് എല്ലാ ഭാഗത്തേക്കും നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഈ ഉപ്പും സവാളയും ചക്കക്കുരുവും ഒക്കെ കൂടെ നന്നായിട്ട് എല്ലാ ഭാഗത്തേക്കും മിക്സാക്കി എടുക്കണം. ഇതിനെ നന്നായിട്ട് എല്ലാ ഭാഗത്തേക്കും നന്നായിട്ട് കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കർ മൂടി വെച്ച് ഇതൊന്ന് വേവിച്ചെടുക്കണം. ഇതിൽ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല, കാര്യം ബീഫിൻ്റെ വെള്ളം തന്നെ ഉണ്ടാവും. പിന്നെ കുക്കറൊന്ന് മൂടി വെച്ച് ഒരു 4-5 വിസിൽ വരെ ഒന്ന് വേവിച്ചെടുക്കാം. ഇനി ആ സമയത്തിന് നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് 1/4 കിലോ ഉള്ളി കഴുകി വൃത്തിയാക്കി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് ചതച്ചെടുക്കണം. ഒരു ചീനിച്ചട്ടി അടുപ്പിൽ വെച്ച് നന്നായിട്ടൊന്ന് ചൂടായതിന് ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ റെസിപ്പി നമ്മൾ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്നതായിരിക്കും കൂടുതൽ ടേസ്റ്റി. അപ്പോൾ ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഉള്ളിയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഉള്ളി ഒരുപാട് അരഞ്ഞു പോരുത്, ഈ ഒരു പാകത്തിന് ചതഞ്ഞ് കിട്ടിയാൽ മതി. ഈ ഉള്ളി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഉള്ളി പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ ബീഫ് വേവിച്ചെടുത്തിട്ടുള്ളതാണ്. ഞാനിവിടെ ഒരു 5 വിസിൽ വരെ വേവിച്ചെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൽ നമ്മൾ വെള്ളം ഒഴിച്ചില്ലെങ്കിലും വെന്ത് വരുമ്പോൾ കുറച്ച് വെള്ളം ഇതിൽ ബാക്കി ഉണ്ടാവും. അപ്പോൾ ആ വെള്ളം ഒന്ന് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം. അപ്പോൾ കുക്കർ തുറന്ന് വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ ഈ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കാം. ഇതിൽ ഒരുപാട് വെള്ളമൊന്നുമില്ല, എന്നാലും അടിയിൽ ബാക്കി വന്നിട്ടുള്ള വെള്ളം നമുക്കൊന്ന് വറ്റിച്ചെടുക്കണം. കാര്യം നമ്മൾ ഡ്രൈ ആയിട്ടുള്ള കറിയാണ് ചെയ്യുന്നത്. നമ്മുടെ ഉള്ളി നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഈ ഒരു പാകത്തിന് ഉള്ളി വഴറ്റിയെടുക്കണം. നല്ല ബ്രൗൺ കളർ ആവുന്നവരെ ഉള്ളി വഴറ്റിയെടുക്കുക. ഇനി ഫ്ലെയിം ഒന്ന് ലോ ആക്കി വെച്ചതിന് ശേഷം നമുക്കിതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ ചതച്ച മുളക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 വലിയ ടേബിൾ സ്പൂൺ ചതച്ച മുളകാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു നിറത്തിന് വേണ്ടി 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടെ ചേർത്ത് കൊടുക്കാം. കാശ്മീരി ചില്ലി പൗഡർ ആകുമ്പോൾ നല്ലൊരു കളറ് കിട്ടും. പിന്നെ 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് കുറച്ച് സ്പൈസി ആയിട്ടുള്ള കറിയാണ്. അപ്പോൾ നിങ്ങൾക്ക് എരിവിൻ്റെ ഇഷ്ടം അനുസരിച്ച് വേണമെങ്കിൽ കുറക്കാവുന്നതാണ്. എരിവ് അധികം കഴിക്കാത്തവരാണെങ്കിൽ അളവൊന്ന് കുറച്ചെടുക്കാവുന്നതാണ്. ഇതിന് ലോ ഫ്ലെയിമിൽ ഒന്ന് മൂപ്പിച്ചെടുക്കണം. ആ മുളക് പൊടിയുടെയും ചതച്ച മുളകിൻ്റെയൊക്കെ പച്ചമണം ഒന്ന് മാറിക്കിട്ടണം. അതുവരെ ലോ ഫ്ലെയിമിൽ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇത്രയും പൊടികൾ മാത്രമേ ഇതിലേക്ക് ചേർക്കുന്നുള്ളൂ. വേറെ ഗരം മസാലയോ മഞ്ഞളോ ഒന്നും നമ്മളിതിലേക്ക് ചേർക്കുന്നില്ല. അപ്പോൾ നമ്മുടെ കുക്കറിൽ വെച്ചിരിക്കുന്ന ബീഫ് വെള്ളം ഒരുവിധം വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഈ ബീഫ് പീസസ് നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്ന മസാലയിലേക്ക് ചേർത്ത് കൊടുക്കാം.
എന്നാലും താഴെ കുറച്ചുകൂടെ വെള്ളം ഇതിലുണ്ടാവും. അത് ഈ മസാലയിൽ കിടന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുമ്പോൾ ശരിയായിക്കോളും. പിന്നെ ഈ മസാലയും ബീഫും ചക്കക്കുരുവും കൂടെ നന്നായിട്ട് വരട്ടിയെടുക്കണം. അപ്പോൾ അത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് മുരിയിച്ചെടുക്കാം. നന്നായിട്ട് എല്ലാ ഭാഗത്തേക്കും ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഹൈ ഫ്ലെയിമിലിട്ട് ഇതിൻ്റെ വെള്ളമെല്ലാം നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം. അതുപോലെ തന്നെ മസാല എല്ലാ ഭാഗത്തേക്കും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയും വേണം. ഇപ്പോൾ തന്നെ എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. വെള്ളമൊക്കെ വറ്റി എണ്ണ നന്നായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. പിന്നെ ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ എല്ലാ ഭാഗത്തേക്കും നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. ഇതെൻ്റെ ഫ്രണ്ട് റേച്ചൽ പറഞ്ഞു തന്നിട്ടുള്ള റെസിപ്പിയാണ്. താങ്ക്സ് റേച്ചൽ ഫോർ ദിസ് റെസിപ്പി. ഇത് പൊറോട്ടയുടെ കൂടെ ആണെങ്കിലും വെറുംചോറിൻ്റെ കൂടെ ആണെങ്കിലൊക്കെ നല്ലൊരു കോമ്പിനേഷനാണിത്. അപ്പോൾ പൊറോട്ട എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ള 11 മെത്തേഡ്സ് ഉള്ള വീഡിയോ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിനു മുമ്പ്. അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവർ ആ റെസിപ്പി കൂടെ കാണുക. പൊറോട്ട നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ വീട്ടിലുണ്ടാക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് അതിൽ വ്യക്തമായിട്ട് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഷെയർ ചെയ്യുന്നതാണ്. വീഡിയോ കണ്ടിട്ടില്ലാത്തവർ അതുകൂടെ കാണുക. എന്നിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണിത്. അപ്പോൾ നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല പാകത്തിനായി വന്നിട്ടുണ്ട്. ഈ ഒരു പാകത്തിന് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ടിത് ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ.